ഇതിനകത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒരു പ്രോഡക്റ്റ് നമ്മുടെ പള്ളിമുക്കിലുള്ള പ്രൊഫഷണൽ കൊറിയർ സർവീസ് ത്രൂ വരികയുണ്ടായി. ഞാൻ കുറച്ച് തിരക്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് വേറെ കോൾ വന്നു. അപ്പോൾ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കൊറിയർ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് കൊടുത്തേക്ക് ആളുണ്ട്, കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു അത് പറ്റത്തില്ല, നിങ്ങൾ വന്ന് മേടിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ വീട് നിൽക്കുന്നിടം നോൺ സർവീസബിൾ ആയിട്ടുള്ള ഏരിയ അല്ല, കാരണം ഞാൻ കൊല്ലം ടൗണിൽ തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പള്ളിമുക്കിൽ എൻ്റെ അമ്മ എവിടെ ഉണ്ട്, അമ്മയുടെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം അമ്മയ്ക്ക് ചെന്ന് മേടിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ പറഞ്ഞു ഇല്ല അത് പറ്റത്തില്ല, നിങ്ങൾ വരുവാണെങ്കിൽ ഇന്ന് വരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ്, കാരണം എനിക്ക് കൊളാബ് അവർ പാലക്കാട് നയിച്ചേക്കുന്ന സാധനമാണ്, ഞങ്ങളത് റിട്ടേൺ അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ നിങ്ങൾക്ക് ഡോർ ടു ഡോർ സർവീസ് ഇല്ലേ? ബാക്കിയുള്ള എല്ലാ കൊറിയർ സർവീസും ഡോർ ടു ഡോർ സർവീസ് ഉണ്ട്, അങ്ങനെയാണ് ഇവർക്ക് പേ ചെയ്യുന്നതും. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് സ്റ്റാഫിനെ കിട്ടിയിട്ടില്ല, സ്റ്റാഫ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റാഫിനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കൊറിയർ സർവീസും തുറന്നു വെച്ചുകൊണ്ടിരിക്കരുത്, അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞു. പിന്നെ അവരെന്തൊക്കെയോ ലൈക്ക് റിട്ടേൺ അയക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ കട്ട് ചെയ്ത് ഇന്ന് തന്നെ വന്ന് മേടിക്കണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാനും കട്ട് ചെയ്തിട്ട് പോയി. എന്നിട്ട് ഞാൻ ഈ കൊറിയർ അയച്ച നമ്മുടെ ഒരു ചേച്ചിയെ വിളിച്ചു. അവർ പാലക്കാട് നയിച്ചതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇതുപോലെ കാര്യം പറഞ്ഞു, അവർക്ക് നമ്പർ കൊടുത്തു. അവർ വിളിച്ചപ്പോഴും അവരുടെ അടുത്തും ഇതുപോലെ മിസ്ബിഹേവ് ചെയ്ത് സംസാരിച്ചു. അവരുടെ അടുത്തും ഇതുപോലെ മാനേജറിൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ കൊടുത്തില്ല, റിട്ടേൺ അയക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർ വിളിച്ച് സംസാരിച്ച്, കാരണം അവരുടെ ആവശ്യമായി പോയില്ല, അവർ വിളിച്ച് സംസാരിച്ച് പിന്നെയും അത് കഴിഞ്ഞിട്ടുള്ള ദിവസം കൂടെ ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ അമ്മയെ ബുദ്ധിമുട്ടിപ്പിച്ച്, കാരണം എനിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ ബുദ്ധിമുട്ടി പോയി കളക്ട് ചെയ്തിട്ട് വന്നു. എനിക്ക് ഇവരിൽ നിന്ന് ഫസ്റ്റ് ഉണ്ടാവുന്ന അനുഭവം അല്ല ഇത്. ഇതിന് മുന്നേയും എനിക്ക് ഇവരിൽ നിന്ന് ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള വേസ്റ്റ് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ചെന്ന് കളക്ട് ചെയ്യണം, നമ്മളെ വിളിക്കുമ്പോൾ ഇവർ ഭയങ്കര മര്യാദകേടായിട്ടാണ് സംസാരിക്കുന്നത്. ആക്ച്വലി ഇവരുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായിട്ട് നമുക്ക് ഡോർ ടു ഡോർ സർവീസിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊറിയർ സാധനം എത്തിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ അങ്ങനെ ഗൂഗിളിൽ ഇവരുടെ റിവ്യൂസ് നോക്കിയപ്പോൾ മൊത്തം ഇതുപോലെയുള്ള വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആൾക്കാർക്ക്. ഒന്നെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡ്യൂട്ടി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്ഥാപനം കൊണ്ട് നടത്താൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അതിന് പ്രോപ്പറായിട്ട് ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചുപൂട്ടാം. കാരണം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ദയവ് ചെയ്ത്.